തെങ്ങിൻ പൂക്കുല എന്ന സിദ്ധൌഷധം. തെങ്ങിൻ പൂക്കുലയെ കുറിച്ച് അധികമൊന്നും എഴുതി കണ്ടിട്ടില്ല. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന പഴഞ്ചൊല്ലാണ് ഓർമ്മ വരുന്നത്. തെങ്ങിൻ പൂക്കുല കേരളത്തിലെ മംഗള മുഹൂർത്തങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വസ്തുവാണ്. വിവാഹമായാലും ക്ഷേത്രോത്സവമായാലും തെങ്ങിൻ പൂക്കുല ഉപയോഗിക്കാതെ ചടങ്ങ് നടക്കില്ല. എന്നാൽ ഇതിനു പുറമെ രോഗശാന്തിക്കും തെങ്ങിൻ പൂക്കുല ഉപയോഗിക്കാറുണ്ട്. പൂക്കുല ലേഹ്യം പ്രസിദ്ധമായ ഒരു ഔഷധമാണ്. ആയുർവേദ കടകളിലും വീടുകളിലും ഒരുപോലെ ഉണ്ടാക്കാനാവുന്ന ഒരു മരുന്നാണിത്. ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, കൊളസ്ട്രോൾ, രക്തസമ്മർദ്ദം തുടങ്ങിയ രോഗങ്ങൾക്ക് പൂക്കുല ഫലപ്രദമായ ഔഷധമാണ്. തെങ്ങിൻ പൂക്കുലയിൽ അടങ്ങിയ തേൻ പ്രമേഹം കുറയ്ക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ്. ദഹന പ്രക്രിയയെ സഹായിക്കുന്ന പൂമ്പൊടിയും ധാരാളം പൂക്കുലയിൽ അടങ്ങിയിരിക്കുന്നു. പ്രസവശേഷം സ്ത്രീകൾ സാധാരണയായി പൂക്കുല കൊണ്ടുണ്ടാക്കുന്ന ലേഹ്യം കഴിക്കുന്നത് കേരളത്തിൽ പതിവാണ്. പൂക്കുലയിൽ അടങ്ങിയിരിക്കുന്ന തേനും പൂമ്പൊടിയും കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഉതകുന്നതാണ്. അയൺ, സിങ്ക് എന്ന അംശങ്ങൾ പൂക്കുലയിൽ വളരെയധികം കാണുന്നുണ്ട്. ഫാറ്റി ആസിഡും വളരെയധികം കുറവാണ്. കരളിന്റെ പ്രവർത്തനങ്ങൾ സുഗമമാക്കാൻ പൂക്കുലയ്ക്ക് കഴിയും. വയറിന്റെ അസ്വസ്ഥതകൾക്ക് പൂക്കുല നല്ല ഒരു പരിഹാരമാണ്. മലബന്ധം ഉള്ളവർ പൂക്കുല കഴിക്കുന്നത് നല്ലതാണ്. വളർച്ചയെത്താത്ത പൂക്കുലയിൽ നിന്ന് ലഭിക്കുന്ന തേൻ ഏതെങ്കിലും പാനീയത്തിൽ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ പൂക്കുലയുടെ ഗുണങ്ങൾ അനുഭവിക്കാം. നാളികേരപ്പാലിൽ പൂക്കുലയുടെ ഇളം കൂമ്പ് വേവിച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഗർഭാശയ ശുദ്ധിക്ക് പൂക്കുല ലേഹ്യം ഉത്തമമാണ്. നമ്മുടെ പൂർവ്വികർക്ക് നന്നായി അറിയായിരുന്നു. ഗർഭിണികൾക്കും മറ്റുമുണ്ടാകുന്ന നടുവേദന ശമിക്കാൻ പൂക്കുല ലേഹ്യം കഴിച്ചാൽ മതി. പ്രസവശേഷം കുഞ്ഞിന് വേണ്ടത്ര പാൽ ലഭ്യമായി